ഇന്നാണ് ഞങ്ങൾ കൂലി കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഷോയ്ക്ക് അല്ലാട്ടോ പോണേ. ഫസ്റ്റ് ഷോ ഓൾറെഡി 7 മണിക്ക് തീർന്നു. പക്ഷെ ഞങ്ങൾ ഒരു 11:45 സംതിങ്ങിനാണ് ഷോ. അപ്പം ഞങ്ങൾ സെക്കൻഡ് ഷോ എന്ന് വേണമെങ്കിൽ പറയാം, അടുത്ത ഷോവിനാണ് പോകുന്നത്. ഈ മൂവി ഞാൻ കണ്ടിട്ട് പറയാം എനിക്ക് എങ്ങനെ എന്ത് തോന്നി. അങ്ങനെ ഞങ്ങൾ പടം കണ്ട് ഇറങ്ങി. ഈ പടത്തിനെ പറ്റി പറയുവാണെങ്കിൽ രജനീകാന്തിന്റെ സ്വാഗും സ്റ്റൈലും അതാണ് ഈ പടം ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യം. അല്ലാണ്ട് ഇപ്പൊ പറയുവാണെങ്കിൽ സൗബിന്റെ പെർഫോമൻസിനെ പറ്റി പറയാനുണ്ട്. പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അതൊക്കെ സൈഡിൽ വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ പടം അത്ര സാറ്റിസ്ഫൈഡ്, ഞാൻ ഈ പടത്തിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എനിക്കുണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് അത്രയും ഈ പടം കണ്ടിറങ്ങിയിട്ട് എനിക്ക് തോന്നണില്ല അത്ര ഉണ്ടെന്ന്. പിന്നെ ബാക്കി എന്താ പറയാ, പിന്നെ പറയാണെങ്കിൽ ഇതിന്റെ ഒരു പ്ലോട്ട് ഭയങ്കര എന്താ പറയാ, ഇതിന്റെ ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു കഥയൊന്നും അങ്ങനെ സെറ്റ് ആയിട്ടില്ല. സീരിയസ്ലി പറയാലോ, ഭയങ്കര ഒട്ടും വർക്കായിട്ടില്ല ഈ പടം. ത്രൂ ഔട്ട് പടം ഭയങ്കര പ്ലെയിൻ ആണ്. പടം വീഴും, പടം പോകത്തില്ല, ഒന്നും ആവത്തില്ല. പിന്നെ ഒരു തമിഴ് പടമൊക്കെ ആയതുകൊണ്ടും പിന്നെ രജനീകാന്തിന്റെ ഫാൻ ആ ഒരു ഇത് വെച്ചോണ്ടും. പക്ഷെ എന്നാലും കാര്യമില്ല. അതൊക്കെ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഡേ ഉള്ളൂ. പക്ഷെ ഈ പടം വർക്കല്ല. പടത്തിന് പോരാ. പടത്തിന്റെ ലൊക്കേഷന്റെ മേക്കിംഗ് ഒക്കെ ഓക്കെ ആണെങ്കിലും പക്ഷെ ഇതൊരുമാതിരി തട്ടിക്കൂട്ട് പടം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അമീർ ഖാനെ കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടി അമീർ ഖാൻ വന്നത്? ചുമ്മാ കൊടൂര വില്ലരാന്നും പറഞ്ഞ് കൊണ്ടുവന്നതാ പുള്ളിനെ. കൊണ്ടുവന്നിട്ട് പുള്ളി എന്താ ലാസ്റ്റ് ഒരുമിച്ച് വീഡിയോ ഒക്കെ വലിച്ചിട്ട് അവർ ചിരിച്ചു കാണിച്ചിട്ട് പുള്ളിക്കാരൻ പോയി. മറ്റേ നാഗാർജുന വന്നിട്ട് നാഗാർജുന നന്നായിട്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു വില്ലനായിരുന്നു പുള്ളിക്കാരൻ. എന്നെ തൊട്ട് കഴിഞ്ഞ് പാവം വരുന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വലിയ പട്ടിനെ കൊണ്ടൊക്കെ അമീർ ഖാൻ വന്നിട്ട് ലാസ്റ്റ് ചുമ്മാ ഒന്ന് ചിരിച്ചു കാണിച്ച് ഒരു വീഡിയോ വലിച്ചിട്ട് അവരങ്ങ് പോയി. ഇത് അമീർ ഖാനൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യം എന്തിനകത്ത്? ശ്രുതി ഹാസനെ പിന്നെ നമ്മൾ മറ്റേ സലാറിലൊക്കെ കണ്ട ആ രീതി തന്നെയാണ് ഇതിനകത്തുള്ളത്. ശ്രുതി ഹാസനെ കൊണ്ട് ഒരു രീതിയിൽ ശ്രുതി ഹാസനൊന്നും ആവശ്യമില്ല. പിന്നെ ശ്രുതി ഹാസന്റെ അനിയത്തി എന്ന് പറഞ്ഞ റീബ മോണിക്ക വേറൊരു പെങ്കൊച്ചും കൂടി. ഇതൊക്കെ എന്തിനാ ഇവരൊക്കെ? ഒരു ചേച്ചി, എന്റെ ചേച്ചി അവിടെ ഉണ്ടോ? അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത് കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു ആവശ്യമില്ല. ചുമ്മാ എന്തൊക്കെയോ കാണിച്ച് കൂട്ടി വെച്ചേക്കണു. പടം എന്തായാലും വീഴും. അത്രേ ഉള്ളു ഗൈസ്. ഇവിടെ 3 മണിയായി സമയം. 3:30 സമയം. ഇപ്പൊ കിടക്കട്ടെ. ബൈ, ഗുഡ് നൈറ്റ്.